സ്റ്റീൽ സ്ക്രബ്ബറിന്റെ റീപാക്കിംഗ് മെഷീനാണിത്. നമുക്കറിയാം സ്റ്റീൽ സ്ക്രബ്ബർ മാനുഫാക്ചർ ചെയ്യുന്ന മെഷീൻ ഉണ്ട്. അതിനൊരു 8.5 ലക്ഷം രൂപയോളം വില വരും. അത് സ്റ്റീൽ റോഡുകളിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. അത് മേടിച്ചിട്ട് റീപാക്ക് ചെയ്യുന്ന മെഷീനാണ്. അതായത് നമ്മളിപ്പം കടകളിലൊക്കെ കാണും, അതായത് എക്സോ അങ്ങനെയുള്ള ബ്രാൻഡുകളുടെയൊക്കെ സ്റ്റീൽ സ്ക്രബ്ബറുകൾ കാണും. ഈ സ്റ്റീൽ സ്ക്രബ്ബറും അതിന്റെ ആ ബ്ലിസ്റ്ററും അതിന്റെ ബോർഡും ഇത് നമ്മൾ പുറത്തു നിന്ന് വാങ്ങിയിട്ട് ഈ മെഷീനിൽ വെച്ചിട്ട് അതിനെ ഒരു ബോർഡാക്കി മാറ്റാം. 12 എണ്ണത്തിന് വരുന്ന ഒരു ബോർഡാക്കി മാറ്റുന്ന മെഷീനാണ്. മാനുവലി ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു മെഷീനാണ്. ഇതിന്റെ വില ഏകദേശം 45,000 മുതൽ 50,000 വരെ പല റേറ്റിലുള്ള വിലകളുണ്ട്. ഈ മെഷീന് വിലയുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു 750 നിയർലി 1000 വാട്ട്സ് വരെയൊക്കെ കറണ്ടാണ് ഇതിനകത്ത് ആവശ്യമുള്ളത്. നമ്മുടെ ഈ സ്ക്രബ്ബർ വരുന്ന ഈ കപ്പ്, ഇതിന് ഉപയോഗിക്കുന്ന ബ്ലിസ്റ്റർ കപ്പിന്റെ വില 60 പൈസയാണ്. ഇതിൽ ചിത്രത്തിൽ കാണുന്ന പോലെ 12 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന് 60 പൈസ വേണം. നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബറിന്റെ വില 10 ഗ്രാം ഉള്ളതിന് ₹1.80. അതുപോലെ തന്നെ ഇതിന്റെ ബോർഡ് വരുന്നത്, ഇതിന്റെ പുറകിൽ ഒരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡിൽ നമ്മുടെ ബ്രാൻഡൊക്കെ പ്രിന്റ് ചെയ്യും. അത് പ്രിന്റ് ചെയ്ത് വരുന്ന ബോർഡിന്റെ വില 6 രൂപയാണ്. അപ്പൊ ടോട്ടലി ഒരു സ്ക്രബ് പാക്ക് ചെയ്ത് വരുമ്പോൾ 4 രൂപ വരും. അപ്പൊ 12 എണ്ണം വരുമ്പോൾ നമുക്ക് 48 രൂപയ്ക്ക്, നിയർലി 50 രൂപയ്ക്ക് എന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആവും. ഏകദേശം 115 രൂപ 120 രൂപയ്ക്കൊക്കെയാണ് ഇപ്പൊ ഇത് കടകളിൽ കൊടുക്കുന്നത്. കടക്കാർ 25 രൂപയും 15 രൂപ 20 രൂപ പല റേറ്റിൽ ഇത് വിൽക്കുന്നുണ്ട്. എങ്കിലും ഇത് റീപാക്ക് ചെയ്യാൻ 410 ഗ്രേഡിലുള്ള സ്റ്റീൽ സ്ക്രബ്ബർ, തുരുമ്പ് പിടിക്കാത്ത സ്റ്റീൽ സ്ക്രബ്ബറാണ് ഇതിനു വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാ വീടുകളിലും എല്ലാ കിച്ചണുകളിലും, പ്രത്യേകിച്ച് ബേക്കറികളിലും അതുപോലെ തന്നെ വീടുകളിലും നമ്മുടെ ഹോസ്റ്റലുകളിലും ഒക്കെ കേറ്ററിങ്ങിനും ഒക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ എന്നുള്ള നിലയ്ക്കാണ് ഈ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് ബ്രാൻഡ് ഒന്നും വലിയ ഇഷ്യൂ അല്ല. അത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇത്. നമുക്ക് വീഡിയോ കാണാം. ഇതിനകത്ത് സ്ക്രബ് നിറച്ചിട്ടില്ല. സ്ക്രബ് ആ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് സ്ക്രബ് ഉണ്ടായിരുന്നില്ല. ഈ ഓരോ ബ്ലിസ്റ്ററും ലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് സ്ക്രബ് വയ്ക്കും. അതിന്റെ പുറമെയാണ് ഈ നമ്മുടെ പേപ്പർ ബോർഡ് വെച്ചിട്ട് സീൽ ചെയ്തെടുക്കുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ നമുക്ക്? ഇത് ഓൺലി 12 സൈസ് മാത്രമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കതിപ്പോ 4 പീസസിനായിട്ട് സെപ്പറേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും? എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞ്, എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഇത് 12 ഹോൾ ഉള്ളതല്ലേ ഒരു ബോർഡ്? അതെ അതെ. അത് നമുക്കിപ്പോ 4 പീസസ് ആയിട്ടുള്ളത് അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 12 പീസസ് അതുപോലെ ഡിസൈൻ ചെയ്യണം, ബോർഡ് അതുപോലെ ഡിസൈൻ ചെയ്യണമെന്നുള്ളൂ. ഓക്കെ ഓക്കെ. ഈ സ്ക്രബ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമോ കേരളത്തിൽ തന്നെ? സ്ക്രബ് ചെയ്യാം. ഇപ്പൊ 1-2 ആളുകൾ അങ്ങനത്തെ ഒരു അന്വേഷണത്തിലുണ്ട്. ഇന്നലെയൊക്കെ 1-2 ആളുകൾ പറഞ്ഞു സ്ക്രബ് റീപാക്ക് ചെയ്യുന്ന കുറെ യൂണിറ്റുകളുണ്ട്. അപ്പൊ നമുക്ക് മാനുഫാക്ചറിങ് തുടങ്ങി എന്തുകൊണ്ട് അവർക്ക് സപ്ലൈ ചെയ്തുകൂടാന്നൊരു ചോദ്യം വന്നു. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാലത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സപ്ലൈ ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി, ഭയങ്കര പ്രശ്നം ഉണ്ടായി അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റ് ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ്. ഒരു 8 ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം വരുള്ളൂ. സ്റ്റീൽ റോഡുകളാണ് അതിന്റെ റോ മെറ്റീരിയൽ. ഹലോ, പറയൂ. അപ്പൊ അതിന്റെ ടെക്നോളജിയും അത് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സും പിന്നെ അതിന്റെ മെഷീനറി എല്ലാം ടെക്നോളജി സപ്പോർട്ട് എല്ലാം തരുമോ അഗ്രോ പാർക്ക്? പിന്നെ തരാം. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? നമുക്ക് അടുത്തതിലേക്ക് പോയാൽ.
അല്ല ഇത് എവിടെ മേടിക്കാൻ കിട്ടും മെഷീൻ നമുക്ക്? മെഷീൻ ഇതിന്റെ സപ്ലയർ എല്ലാം നോർത്ത് ഇന്ത്യ ആണ്. നമ്മൾ അഗ്രോ പാർക്കിൽ അതിന് MOU വെച്ച കമ്പനികളുണ്ട്, നമുക്ക് എടുക്കാം കേട്ടോ. അഗ്രോ അപ്പൊ പാർക്കിൽ അതിന് മെഷീൻ എന്ത് വിലയാവും നമ്മളിപ്പോ കാണിച്ച മെഷീന്? മെഷീന് 45,000 രൂപ മുതൽ 55,000 രൂപ വരെ പല റേറ്റിലുള്ള മെഷീൻസ് ഉണ്ട്, മാനുവൽ മെഷീൻസ്. പിന്നെ നമുക്ക് അതിന്റെ ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ് വരുന്നതെങ്കിൽ, അതായത് ഹൈഡ്രോളിക്കിൽ പ്രസ് ചെയ്യുന്ന മെഷീൻ ആണെങ്കിൽ നിയർലി 90,000 1 ലക്ഷം രൂപ വില വരുന്ന മെഷീൻസ് ഉണ്ട്. ഇപ്പം ഈ കാണിച്ച മെഷീൻ 45,000 വില വരുന്ന മെഷീനാണോ? അല്ല, ഇത് ഏകദേശം 50,000 രൂപയുടെ അടുത്ത് വരും. ഇത് കറണ്ട് ആണോ ഉപയോഗിക്കുന്നതോ? അതെ 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 അതെ. അപ്പൊ നമ്മുടെ വീട്ടിലെ കറണ്ട് മതി, അതോ നമ്മൾ വേറെ സപ്ലൈ എടുക്കണോ? മതി മതി മതി, വീട്ടിലെ കറണ്ട്. വീട്ടിലെ കറണ്ട് മതി. അപ്പൊ നമ്മളിത് അഗ്രോ പാർക്കിൽ വന്ന നമുക്ക് ട്രെയിനിങ് ഉണ്ടോ അതോ? ഇതിനങ്ങനെ വലിയ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. ഇത് ജസ്റ്റ് ആ വീഡിയോ കാണുന്ന ഒരാൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന്റെ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് മാത്രം. അത് പറഞ്ഞു തരും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് പ്രത്യേകം ട്രെയിനിങ് ഞങ്ങൾ പറഞ്ഞുതരാം, പ്രശ്നമൊന്നുമില്ല. അതിന് ട്രെയിനിങ് കാര്യങ്ങളായിട്ടൊന്നും വേണമെന്നില്ല. അവിടെ ഇതിന് പീസ് വല്ലതും ഉണ്ടോ വരുന്നത് നമുക്ക്? ഇല്ല 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 ഇല്ല. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ കെയർ ഓഫില്? പർച്ചേസ് ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ ഒരു 3 മെഷീൻ ഇപ്പൊ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓ, അപ്പൊ മറ്റേ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? മെറ്റീരിയൽസും സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്, കണക്ട് ചെയ്തോളാം കേട്ടോ. നമ്മൾ കണക്ട് ചെയ്ത് തരുമോ? അപ്പൊ ഇത് നമ്മുടെ ഈ ഓഫീസ് എവിടെയായിട്ടാ? കൂത്താട്ടുകുളത്ത് എവിടെയായിട്ടാ? കൂത്താട്ടുകുളത്ത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്കാണ്, പിറവത്താണ് ഓഫീസ്. പിറവത്ത് വരണോ? പിറവത്താണ് ഓഫീസ്. ഇപ്പൊ വരണ്ട, നമുക്ക് ഓൺലൈനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാം, ഫോണിലൊക്കെ സംസാരിക്കാം. അതിനുശേഷം നമുക്കൊരു ഇപ്പൊ ഒരു സ്പ്രെഡിങ്ങിന്റെ ടൈം ഒക്കെ ആണല്ലോ, നമുക്കൊന്ന് നോക്കിയിട്ട്. അല്ലല്ല, ഇപ്പൊ വരുന്നില്ല. ഇപ്പൊ അല്ലല്ല, അതല്ല. നമുക്ക് അവിടെ വന്നാല് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏകദേശം നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുമോ? ചെയ്യാം ചെയ്തു തരുമോ? അല്ലെ നമുക്കിപ്പോ ഒരു ചെറുതായിട്ട് നമുക്കൊരു യൂണിറ്റ് തുടങ്ങാനുള്ള ആവറേജ് ഒരു 1 lakh നിൽക്കുമോ? നമുക്ക് ചെയ്യാം. 1 lakh അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തരാം. ഒന്ന് ഫോൺ ചെയ്താൽ മതി, കാരണം ഒത്തിരി ആളുകൾ ഇരിക്കും. ഇതിന് തൃശ്ശൂര് നമുക്ക് DIC ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മതിയാവോ? അതിന് ലോണോ എന്തെങ്കിലും വേണമെങ്കിൽ DIC വഴി, DIC അവിടുത്തെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഓഫീസുകൾ ഏതെങ്കിലും ബന്ധപ്പെട്ടാൽ മതി, അവരൊക്കെ സപ്പോർട്ട് ചെയ്തു. അല്ല, ഇതിനിപ്പോ നമ്മുടെ പിറവത്ത് തന്നെ അഗ്രോ പാർക്കിന് അവിടെ മാത്രമുള്ള, അല്ലെങ്കിൽ നമുക്ക് തൃശ്ശൂരുണ്ടോ? DICകൾ മെഷീൻ ഒന്നും മേടിച്ചു കൊടുക്കുന്ന സംവിധാനമല്ല. അവിടെ നിങ്ങൾക്ക് ഈ വ്യവസായം തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റേഷൻസ് ആണ് വ്യവസായ വകുപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് ലോൺ എടുക്കുകയും അതുപോലെ തന്നെ അത് ലോണിന് ആവശ്യമായിട്ടുള്ള മറ്റ് പരിശീലനങ്ങളും അങ്ങനെയൊക്കെ എല്ലാം DIC തരും. സബ്സിഡിയൊക്കെ DIC അറേഞ്ച് ചെയ്യും. മറ്റ് ഇതുപോലുള്ള മെഷീനറികളൊക്കെ നമ്മൾ തന്നെ കൊട്ടേഷനൊക്കെ എടുത്ത് ഒരു പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി എവിടെന്നെങ്കിലുമൊക്കെ വാങ്ങേണ്ട, അതാണ് അതിന്റെ മോഡൽ. ഓക്കെ. ഇതിപ്പോ ഈ മെഷീനൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് സബ്സിഡി ഉണ്ടോ? സബ്സിഡി ESS എന്ന് പറഞ്ഞൊരു സ്കീം നേരത്തെ ലോറൻസ് സാർ പറഞ്ഞല്ലോ, അത് ഓക്കെ. ശരി, താങ്ക് യു. സാർ, എത്ര മെഷീൻസ് വാടകയ്ക്ക് കൊടുക്കുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? വാടകയ്ക്ക് കൊടുക്കുന്നില്ല. നമ്മുടെ കോമൺ ഫെസിലിറ്റേഷൻ സെന്റർ ഉണ്ട്. അതായത് നമ്മുടെ ഇൻക്യുബേഷൻ സെന്ററിൽ ഏകദേശം ഒരു 70 ലക്ഷം രൂപയോളം മെഷീനറികൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വന്ന് ട്രയൽ എടുക്കാം. അവിടെ നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ ഉൽപ്പന്നം ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്ത്, ഇതിനിടയ്ക്ക് അഗ്രോ പാർക്കിന്റെ ഒരു സെഷൻ വരുന്നുണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് സെഷൻ ഉണ്ട്. ആ സെഷനിൽ ഇതിനെക്കുറിച്ച് പറയും. അവിടെ വന്ന് നിങ്ങൾക്ക് ആ മെഷീനറി അവിടെ തൊഴിലാളികളെയൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കാം. അതിനൊരു മോഡൽ ഉണ്ട് നമുക്ക്. അത് നേരത്തെ തൊട്ട് ചെയ്തു വരുന്നുണ്ട്. നമുക്ക് 149 പേര് ഇപ്പം നിലവിൽ അതിന്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു.